ഗായ്സ്, വെൽക്കം ടു മൈ അഹദീസ് വ്ലോഗ്. നമ്മൾ ഇന്ന് ചെയ്യണ ഒരു മുട്ടക്കറി റെസിപ്പിയാണ്. ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയി വന്ന് കഴിഞ്ഞപ്പോഴാണ് TV കണ്ടിരിക്കുമ്പോഴാണ് ഉമ്മി മുട്ടക്കറി ഉണ്ടായി. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എന്തായാലും വീഡിയോ എടുക്കാൻ മുട്ടക്കറി. എൻ്റെ ഉമ്മയുടെ റെസിപ്പി നിങ്ങൾക്ക് പറയാൻ നമുക്ക് എന്നാൽ വീഡിയോയിലേക്ക് പോവാം. ഇത് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തി തരാം. സവോള, തക്കാളി, വേപ്പില, മുളക്, ജീരകം, വെളുത്തുള്ളി, ഉള്ളി, തേങ്ങ, ചിക്കൻ മസാല, മഞ്ഞപ്പൊടി, മുളക് പൊടി, പിന്നെ മുട്ട, 4 മുട്ട, 2 ഉരുളക്കിഴങ്ങ്, ഉപ്പും വെളിച്ചെണ്ണയും. ഇതൊക്കെയാണ് മുട്ടക്കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. നമുക്കിനി പാത്രം വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. മതി, ഇത്രയും മതി. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ സവാള ഇടാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പിടാം. നന്നായിട്ട് വാടിയ ശേഷം നമുക്ക് തക്കാളി ഇടാം. ഇനി നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇനി വേറെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി ഇത് കത്തിച്ചെടുക്കാം. നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. കൊടുക്കാം. കറി തേങ്ങ വറുത്തരച്ചാണ് ഉണ്ടാക്കുന്നത്. അതിലോട്ട് ഉള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ജീരകം ഇട്ട് കൊടുക്കാം. വറുക്കാം. നന്നായിട്ട് നമുക്ക് വറുത്ത് നോക്കാം കേട്ടോ. നന്നായിട്ട് വറുത്ത വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇനി മൂടി വെക്കാം. നമുക്ക് ഇനി വേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ആക്കാം. ഉണ്ടാവും നല്ല ടേസ്റ്റ്. നമ്മൾ മിക്സ് ചെയ്യണം. ബ്രൗൺ കളർ ആവണ വരെയും നമ്മൾ ഇനി വറുത്തെടുക്കണം. നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. കണ്ടോ? ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് സിമ്മാക്കിയിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞങ്ങൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു സ്വല്പം ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. വെച്ച തേങ്ങ ചൂടാറിയ ശേഷം മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കാം. കത്തിച്ച ശേഷം നമുക്ക് മുട്ടയും 2 ഉരുളക്കിഴങ്ങും വെക്കാം. എന്നിട്ട് അടച്ചു കൊടുക്കാം. ഒരു 3 വിസിൽ വരെ വേവിച്ചെടുക്കണം. ഉള്ളിയും നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക്
ആ അരച്ച് വെച്ച ആ മിക്സ് നമുക്കിനി ഒഴിച്ചെടുക്കാം ഇതിലേക്ക്. നല്ലോണം ഇനി മിക്സും ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് വെക്കാം. സൂപ്പറാണ്. നന്നായിട്ട് തിളച്ച ശേഷം നമുക്ക് ഉരുളക്കിഴങ്ങും മുട്ടയും ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മുട്ട ഇട്ട് കൊടുക്കാം. മുട്ട ഇട്ട് കൊടുക്കാം. നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കറി റെഡിയാവും. ഇന്നത്തെ വീഡിയോ വറുത്തരച്ച മുട്ടക്കറീൻ്റെ വീഡിയോ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് മുട്ടക്കറിയും ഇടിയപ്പമാണ്. നിങ്ങളെല്ലാവരും മുട്ടക്കറി ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയറും ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കണം. ബൈ ബൈ.